ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിൽ 2 ആളുകൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റേയാളെക്കാളും കൂടുതൽ വിഷമം ഉണ്ടാകാനും 2 പേർക്കും കൂടുതൽ വിഷമം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരാൾക്ക് കൂടുതൽ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആത്മഹത്യയിലോ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലോ ഒക്കെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്കപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഒരു ബ്രേക്കപ്പ് ചെയ്യാൻ നമുക്ക് പേടിയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ കയറാൻ നമുക്ക് പേടിയായിരിക്കും, അല്ലേ? അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പിന് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഹെൽത്തി ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആണോ എന്നുള്ളതാണ്. നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, അല്ലേ? പക്ഷേ എൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സ്പാർക്ക് നോക്കി ചൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് കുറച്ച് നെഗോഷ്യബിൾസ് ആൻഡ് നോൺ നെഗോഷ്യബിൾ ഫാക്ടേഴ്സ് നമ്മളുടെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. എന്നാലേ നമുക്ക് മറ്റേ ആളുമായിട്ട് ഒരു കോമ്പാറ്റബിലിറ്റി നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളിത് നോക്കി ഡിസൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് നോക്കുക. നമ്മുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, നമ്മളുടെ ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ഓക്കെ ആയിരിക്കില്ല. ഇപ്പോൾ ലൈക്ക് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും ചിലപ്പോൾ റിലീജിയൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കരിയറിനെ കുറിച്ചുള്ള ചില ഡിസിഷൻസ് ആണെങ്കിലും അതൊക്കെ നമുക്ക് അങ്ങനെ വേണ്ടില്ല അങ്ങനെ വെക്കാൻ പറ്റാത്ത നോൺ നെഗോഷ്യബിൾസ് ആണെങ്കിൽ അത് ആദ്യമേ ഡിസ്കസ് ചെയ്യുക. ആൻഡ് മറ്റേ ആൾ ഒരു നോ കേട്ടാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് തരുന്ന ഒരാളാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് കുറേ ലേണിംഗ് ആൻഡ് അൺലേണിംഗ് വന്നുകൊണ്ടിരിക്കും. 3 വർഷം മുന്നേ കണ്ട നിങ്ങളായിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ 2 പേരും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 2 പേരും ഒരുമിച്ച് ഒരു ദിശയിലോട്ട് വളരാം, അല്ലെങ്കിൽ 2 പേരും 2 തരത്തിലോട്ട് മാറാം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒരുമിച്ച് പോകുന്നില്ല, അല്ലെങ്കിൽ ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. അപ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ ഷുവർ ആയിരിക്കണം ആ ഒരു ഡിസിഷനിൽ. അതൊരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിലോ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ഒരു വഴക്കിൻ്റെ പുറത്തോ ഒന്നും അല്ല ഉണ്ടാവേണ്ടത്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ച് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് അത് ചെയ്യാൻ ഒരു സമയവും കാലവും നോക്കുക. മറ്റേ ആൾ വളരെ കാര്യമായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൂടാൻ തയ്യാറായിട്ട് നമ്മളുടെ കൂടെ ഫംഗ്ഷൻ കൂടാൻ തയ്യാറായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തല്ല ചെന്നിട്ട് ബ്രേക്കപ്പ് ചെയ്യേണ്ടത്. അതിനെ പറ്റിയ ഒരു സമയവും കാലവും നോക്കി മനസ്സിലാക്കി എടുക്കുക. അല്ലെങ്കിൽ കുറേ ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ബ്ലെയിം ഗെയിം നടത്താതിരിക്കുക. നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യുന്നതിന് നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. അത് നീ അതുകൊണ്ടാന്ന് പറയാതെ എനിക്കിങ്ങനെ നീ ചെയ്യുന്നത് പറ്റുന്നില്ല എന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ അത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയും നാൾ നിങ്ങൾ സ്നേഹിച്ച ഒരാളാണ് എതിർവശത്ത് നിൽക്കുന്നത് മനസ്സിലാക്കുക. ഒരു ശത്രുവിനെ പോലെ കാണാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അയാളുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടെ നോക്കണമല്ലോ. ചില ആളുകൾക്ക് ഒത്തിരി പ്രശ്നങ്ങളൊന്നും കേട്ട് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഇമോഷണൽ റെഗുലേഷനുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ തടയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മര്യാദയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിതത്വത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിനിടയ്ക്ക് മിക്സഡ് സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കാതിരിക്കുക. അതായത് എനിക്ക് അത് വേണം, പക്ഷേ എന്നാലും ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ബ്രേക്കപ്പ് വേണം, പക്ഷേ എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവണം, അവർക്കൊരു വ്യക്തത കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പിന്നെയും ഒരു മുറിവിൽ പോയി കുത്തി നോവിക്കുന്ന പോലെ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും വിശ്വസ്തരായിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കാൻ ഒരു പ്രൊഫഷണലിനെ നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും വിശ്വാസമുള്ള ഒരാളുടെ ഹെൽപ്പ് എടുക്കാം. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ആ ആൾക്ക് എത്രയ്ക്ക് ഇമോഷണൽ കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ആൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ നമ്മളെക്കുറിച്ച് അറിയാവുന്ന അവരെ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ ഒക്കെ ഒന്ന് ഒപ്പീനിയൻ ചോദിക്കാം. എന്തായിരിക്കാം ഇത് ചെയ്യേണ്ടത്, എങ്ങനെ ആയിരിക്കാം ഇത് പറയേണ്ടത്, ഇതിങ്ങനെ വന്നാൽ ഇങ്ങനത്തെ കോൺസിക്വൻസസ് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം, അല്ലേ? കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടനെ തന്നെ അവരോട് അങ്ങ് ഇട്ടിട്ട് പോകാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ കുറച്ച് സമയം കൊടുക്കുക. കുറച്ച് മിതത്വത്തിൽ കുറച്ച് ടൈം കൊടുത്ത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 2 പേർക്കും അത് മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് ടൈം കിട്ടും. ചിലപ്പോൾ ഒരാൾ പ്രിപ്പയർഡ് ആയിരിക്കും, മറ്റേ ആൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ ചെന്ന് ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ തകർന്നു പോയില്ലേ. നമ്മളോടാണെങ്കിലും അങ്ങനെയല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് പതിയെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവർക്ക് ചിലപ്പോൾ അത് നിർത്തിയിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അതും നമ്മൾ ഹെൽപ്പ് ചെയ്യാം. സോ ബ്രേക്കപ്പ് ചെയ്യാൻ നമ്മൾ പേടിക്കാൻ പാടില്ല, അല്ലേ? അപ്പോൾ ബ്രേക്കപ്പ് ചെയ്യാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പിൽ കയറാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് ബ്രേക്കപ്പ് ചെയ്താൽ വലിയ പ്രശ്നമില്ല എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യുവാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പിൽ കയറുന്നതായിരിക്കും നല്ലത്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല ട്രോമാസ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാവുന്നതുമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. വളരെ താങ്ക് യു.